ദൈവമക്കളെ, നമുക്ക് ഈ മാസം അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മാസം എന്ന് വെച്ചാൽ ജൂൺ മാസം. ജൂൺ മാസത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയൊരു മാസമാണ്. ഈ ഈശോയാണ് നമ്മെ സൃഷ്ടിച്ചതും നമ്മെ പരിപാലിക്കുന്നതും നമ്മെ കൊണ്ടു നടക്കുന്നതും. ആ നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നന്ദിയോടെ ആയിരിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയമുണ്ടെങ്കിൽ എല്ലാം സാധിക്കും. ദൈവത്തോടും മനുഷ്യരോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ വലിയ സന്തോഷമുള്ളൊരു മാസമാണ്. കാരണം നല്ല ഉടുപ്പിടാം, പുതിയ പുസ്തകം എടുക്കാം, പുതിയ ബാഗ് മേടിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ കൊച്ചുമക്കൾക്ക് വളരെ സന്തോഷകരമായ ഒരു മാസമാണ്. മാതാപിതാക്കൾക്കോ അവരെ ഒന്ന് സ്കൂളിൽ കൊണ്ടുവന്നാക്കണം, അവരെ കൊണ്ടുപോകണം, വരണമൊക്കെ അതിന് സന്തോഷകരമാണ്. അപ്പോൾ ഈ മാസത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയം നമുക്ക് വേണ്ടി അവിടുന്ന് കുത്തിത്തുറന്ന് ആ തിരുരക്തം നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച തിരുരക്തം, ആ തിരുരക്തത്തെ ഓർക്കാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ആ തിരുരക്തത്തിൽ ആശ്രയം വെച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാവുകയുള്ളൂ. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയും ഞാനും ഒന്നാണെന്നുള്ളൊരു വിചാരത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവൾ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളും സമൂഹങ്ങളുമായി തീരുന്നു. നമ്മുടെ ഈശോയുടെ തിരുഹൃദയം എപ്പോഴും സമാധാനം ആശംസിച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത്. കുർബാനയിൽ എപ്പോഴും പല പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ സാഹചര്യങ്ങളിലും ഒക്കെ ഉണ്ടെങ്കിൽ അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം അകന്നു പോവുകയും ജീവിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമാധാനം എന്നുമെന്നും നമുക്ക് ഓരോരുത്തർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.